ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോവാണ്. എന്ത് നോക്കാൻ പോകുന്നേ? എന്ത് നോക്കാൻ പോന്നെ ഇപ്പൊ? മനസ്സിലായ എന്ത് നോക്കാതെ ഒന്നുകൂടി അറിയാം. മനസ്സിലായ നിങ്ങൾക്ക്? ലൈവ് ആണെങ്കിൽ പറയായിരുന്നു, കമന്റ് അടിക്കാൻ ഇപ്പൊ പറയുമെന്ന്. നമ്മ JCB നോക്കാൻ പോവാണ്. നമ്മൾ ജസ്റ്റ് ആയിട്ട് BBC ആക്കി. JCB അതല്ല, ഒരു എന്ത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു ഉത്സവം നടക്കാൻ പോകുന്നുണ്ട്. ഗ്രാമോത്സവം. നമ്മളെ അടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. എന്ന് പറഞ്ഞാല് കണ്ടത്തിൽ മൊത്തം വാഴ അതെല്ലാം ഉണ്ട്, അതൊന്നെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ JCB വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രാമോത്സവത്തിനുള്ള സെറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ പോകുന്നുണ്ട് അതെല്ലാം നമുക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് സൺഡേ ആണ് ഗ്രാമോത്സവം. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ അന്ന് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് പോവാം, വരൂ. വെയില് പോകണം, വെയില് വേണമെങ്കിൽ പോവാ, എത്തിയാൽ മതിയല്ലേ. റോട്ടിൽ പോവാം. നടന്ന് നമ്മൾ എത്തിയിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? JCB കിടുകിടുകിടുകിടുകിടു. JCBക്കാരൻ ഹിന്ദിക്കാരനാണ്. അപ്പോൾ ഒരു സംഭവം പറയാൻ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. പറയും ഇത് കൊറേ സമയമായി പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു മണിക്ക് നമുക്ക് പോകണം, ഒരു മണിക്ക് മതിയാക്കാം. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഉണ്ട് കേട്ടോ. അവളെ കുറേ ബാക്കിലുണ്ട്. കാരണം സ്പീഡ് നടന്നിട്ട് അവളെ പഠിച്ച സാധനം മറക്കുമെന്ന് പേടി നോക്ക്. അതെ അതെ, ഹിന്ദി നമ്മളെ രാഷ്ട്രഭാഷ തന്നെ. ആ ഒരു ഡയലോഗ് പഠിച്ചിട്ടെങ്കിൽ മാത്രം. ഏത് ഡയലോഗ് പറഞ്ഞു പറഞ്ഞോട് മറന്നു. ഇതാണ് നമ്മളെ JCB കാണിക്കാൻ കണ്ടല്ലോ. JCB പണിയെടുക്കുന്നുണ്ട്. ഇതാ നമ്മളെ വാഴത്തോട്ടം നോക്കിയ ഒന്നും ഇല്ലാട്ടെ. ഇപ്പോൾ ഇതാ ഇത് മൊത്തം നോക്കിയാൽ ഇത് ഇതിലാണ് മറ്റൊന്ന് കളിക്കുന്നത്. ഗ്രാമോത്സവം ചെളിയിട്ട് ആ മറ്റൊരു സംഭവമില്ലേ, എന്തോ ഒരു മഴപ്പൊലിമ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. മറ്റൊന്ന് അടിപൊളി ഉണ്ടായിരിക്കും തോന്നുന്നുണ്ട്. വെള്ളം നടന്നു എന്നാന്നല്ല ഇവിടെ പുറത്തേക്കിട്ടുണ്ടാവും. അങ്ങനെതാ മാമനുണ്ട് കേട്ടോ. ഇയാളെ മൊത്തം ഇന്ന് ഹെൽപ്പാക്കിയിട്ട് മാമനാണ് കേട്ടോ. കുട്ടന് വെള്ളം നമുക്ക് വേറൊരു പണി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടനിട നേരത്തെ രാവിലെ വന്ന് പോകാൻ പോയി എത്തിയത് ഭയങ്കര സെർച്ചിങ് കേട്ടോ. എന്താണ് ദൂസര കാമേ ഏക്ക് കണ്ടാമേ ചിലവേ ഒരു മണിക്ക് പറഞ്ഞാൽ ദൂസര കാമേ പണിയുണ്ട് എന്തോ പറഞ്ഞു. അങ്ങനെ എന്തോ പണിയുണ്ട്, വേറെ എന്തോ പണിയുണ്ട്. അങ്ങനെ ഒരു മണിയാകുമ്പോൾ വരണമെന്ന് അയാളോട് പറയാൻ പറഞ്ഞു. നമ്മൾ പിന്നെ ഹിന്ദിയിൽ നല്ല ബഹുത്ത് അച്ഛാ ഹേ. ഓ നെയ് വിട്ടിട്ട് JCB വിട്ടി കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇത് കേട്ടോ. BBC ഉണ്ട്. അതല്ല, കണ്ടോ BBC വീട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടിയാണ് BBC. JCB എന്ന് പറയും. പണിയെടുക്കുന്നുണ്ട്. അതന്നെ. ഡ്രൈവറിനോട് ഒരു മണിക്ക് മതിയാക്കാൻ പറയണല്ലോ. एक घंटा में चले. ഇപ്പൊ एक घंटा में चले എന്ന് പറഞ്ഞാൽ एक घंटा में സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പഠിപ്പിച്ചത്, ഇവിടെ എന്താ എത്തിയത്? മാമൻ പറയാൻ പോകുന്നുണ്ട് കേട്ടോ. അവൾക്ക് പറയാനോ അവളെ കിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാമൻ പറയാൻ പോകുന്നുണ്ട്. നമുക്കിവിടെ റേഞ്ചെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗൂഗിളെല്ലാം നോക്കിയിട്ട് സെറ്റാക്കായിരുന്നു. ഒരു മണിക്ക് നിർത്തണം. അയാൾ ചോദിക്കുന്നുണ്ട് ഒരു മണിക്ക് നിർത്തണോന്ന്. അയാൾക്ക് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ മലയാളം. അറിയില്ല, പക്ഷെ മനസ്സിലാകുന്നു. നമ്മൾ വേണ്ടി മനസ്സിലാണോ ഇല്ലയെന്ന് പറഞ്ഞ അമ്മ ഒന്ന് പോയിട്ട് ചായ കൊടുക്കാൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിന്ന് പറയുന്നുണ്ടായി. മണിക്ക് നിർത്താൻ പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ നിർത്തിയിട്ടുണ്ട് 12:30 അത്ര ഉപകാരം ചെയ്തു തന്നെയാണ്. അങ്ങനെ നിർത്തി വെച്ച പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. മാമനും തന്നെയും കൂടി എന്തിപ്പോൾ പറഞ്ഞോട് മനസ്സിലാക്കിയതില്ല. നമ്മൾ വലുതായെങ്കിലും JCB പണിയെടുക്കുന്ന കാണാൻ വേണ്ടി വേറെ ഒരു ഇൻട്രസ്റ്റ് കിട്ടാം. ഈ ഫ്ലൈറ്റ് പോയിരുന്നു നോക്കണ പോലെ തന്നെയാണ് JCB പണിയെടുക്കുന്നത്. അങ്ങനെ നേരത്തെ ഇതാ പണി കഴിഞ്ഞ് കണ്ടാവുന്നത്. ഇപ്പം അതിൽ ഓടാൻ പോലെ ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് അതിൽ കുറേ പുല്ല് കണ്ടിട്ട് അതെല്ലാം എടുക്കുന്നുണ്ട് എല്ലാവരും. ഞങ്ങൾ ലേറ്റായി വരുമ്പോൾ, ഞങ്ങൾ കുറേ ലേറ്റായിട്ടാണ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടീനെ ഉറക്കിയിട്ടുണ്ടായി. ഈ കുട്ടി എണിച്ചിട്ട് ഓളൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കും. പിന്നെ വരുമ്പോൾ ലേറ്റായി.
അതാ ഇവരെല്ലാം ഓൾറെഡി നേരത്തെ വന്നതാണ്. ഞങ്ങൾ മറ്റന്നത്തെ പ്രാക്ടീസ് ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബോള് ഒറ്റ കയ്യിൽ പിടിക്കണം. വെറുതെ ഇല്ലെങ്കിൽ ജസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് ഫണ്ണായിട്ട് കളിക്കാന്ന് വിചാരിച്ച് ചെയ്യുന്നത് കേട്ടോ. പിള്ളേരെല്ലാം വേറെ സെപ്പറേറ്റ് കളിക്കുന്നുണ്ട്. ഞാനും കളിക്കാനുണ്ട് കേട്ടോ. എൻ്റെ അടുത്തേക്ക് എത്തിച്ച, അതുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. എൻ്റെ ഇപ്പുറത്ത് അമ്മാണ്, എൻ്റെ ഇപ്പുറത്ത് രമീച്ചിയും. മനസ്സിലാക്കിട്ടാ ഇപ്പൊ അത് എറിഞ്ഞത് കളി മാറിയിട്ട് ഇപ്പൊ അത് യുദ്ധാവും തോന്നുന്നുണ്ട്. കളിയാന്ന് തുടങ്ങിയത് ഇപ്പൊ. ഇനി ഓട്ട മത്സരം വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇനി നമ്മൾ ഓട്ട മത്സരമാണ്. ഓടാൻ വേണ്ടിട്ട് എല്ലാവരും തയ്യാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് എല്ലാവരും. ഓടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നിൽക്കോ ഒരു മിനിറ്റ്. കഴിഞ്ഞുട്ടാ, ഓട്ടോ കഴിഞ്ഞു, പണിയും കഴിഞ്ഞു. ഇനി എല്ലാവരും പോകുന്നുണ്ട് കേട്ടാ. ഞാൻ വരുമ്പോൾ ലേറ്റായി, അതാ പ്രശ്നമായത്. അല്ലെങ്കിൽ കുറച്ച് വീഡിയോ ഇട്ടിട്ട് അവിടെ ഒരു ബോളായത് ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത സൺഡേ എന്ന് പറയുന്നത് ഇതൊരു 1.5 കളമായിരിക്കും. അങ്ങനെ നമ്മുടെ ഗ്രാമോത്സവം എൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ഞായറാഴ്ച ഇടും കേട്ടോ. എന്തായാലും എല്ലാവരും